ഒടുവിൽ PJ ജോസഫ് ശശിയായി. പരുന്തിന്റെ മുകളിൽ കയറി പറന്ന് ഉയരങ്ങൾ കീഴടക്കിയ കുരുവി താനാണ് പക്ഷികളുടെ രാജാവെന്ന് വീമ്പിളക്കി നടക്കുമ്പോഴാണ് കോൺഗ്രസ് ഈ പണി കൊടുത്തത്. ജോസഫിനും കൂട്ടർക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ മുഴുവൻ സീറ്റുകളുടെയും ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണെന്ന് അവർ പറയാതെ പറഞ്ഞു. കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും ജയിക്കാൻ കഴിവില്ലാത്ത പാർട്ടിയാണെന്ന് ജോസഫ് ഗ്രൂപ്പിനോട് അവർക്ക് തെളിയിച്ച് പറയേണ്ടി വന്നു. എങ്കിലും UDF-ൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പുറത്ത് പറയാതിരിക്കുവാൻ അതിനുവേണ്ടി അടുത്ത UDF യോഗം വരെ കാര്യങ്ങൾ നീക്കിവെച്ചു എന്നേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ ഉപേക്ഷിച്ച് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് VD സതീശന്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവായങ്ങൾ മാറിമറിഞ്ഞ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയ നിന്ന സമയത്തും ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്തി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ലീഗിന്റെ മിടുക്ക് തന്നെയായിരുന്നു. അതിനൊരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പിന് മുമ്പ് പല സ്ഥാനമാനങ്ങളെ പറ്റിയും തീരുമാനങ്ങൾ ഉണ്ടായതാണ് ലീഗും കോൺഗ്രസും തമ്മിൽ. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം. ആരോഗ്യപരമായി ക്ഷീണാവസ്ഥയിൽ നിൽക്കുന്ന MK മുനീറിനെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം നൽകി മുൻനിരയിൽ തന്നെ നിർത്തുമെന്ന് അന്നേ തീരുമാനിച്ചിരുന്നതാണ്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാന നേതാവായിരുന്ന CH മുഹമ്മദ് കോയയുടെ മകനായ MK മുനീറിനെ മാറ്റി നിർത്തിയിട്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റില്ല. CH ലീഗിലും കേരള സമൂഹത്തിലും ചെലുത്തിയിട്ടുള്ള സ്വാധീനം അത്ര വലുതാണ്. മാത്രമല്ല, മുനീറിനെ മാറ്റി നിർത്തിയാൽ ലീഗിലെ പല സമവാക്യങ്ങൾക്കും വ്യത്യാസം വരും. പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പടലപ്പിണക്കങ്ങൾ ഉണ്ടെങ്കിലും അത് പരസ്യമാക്കി പുറത്തു കൊണ്ടുവരാൻ അവരൊരിക്കലും താല്പര്യം കാണിക്കില്ല. മാത്രമല്ല, MK മുനീറിനെ ഉയർത്തി കാണിക്കേണ്ടത് ലീഗിന്റെ പൊതു താല്പര്യവുമാണ്. അങ്ങനെയെങ്കിൽ മുനീറിനായി കരുതി വച്ചിരിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് PJ ജോസഫ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ വിശദീകരണം മറ്റൊന്നാണ്. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയതുകൊണ്ട് കേരള കോൺഗ്രസ് അണികളെ കൂടെ നിർത്തുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിപ്പിക്കുകയും ജയിപ്പിച്ചെടുക്കുകയും ചെയ്തത്. കേരള കോൺഗ്രസിന്റെ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാഹചര്യം ഇന്ന് സംസ്ഥാനത്തില്ലെന്നിരിക്കെ ഇത്രയും പേരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അംഗീകാരമുണ്ടാക്കി കൊടുത്തത് ചെറുതായി കാണരുതെന്നാണ് കോൺഗ്രസിന്റെ വാദം. അതും പോരാഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ നൽകി 7ലും വിജയിപ്പിച്ചെടുത്തതും കോൺഗ്രസിന്റെ പ്രവൃത്തി ഗുണം കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കാതെ ഉന്നത വിജയം നേടിയെന്ന് പറഞ്ഞ് തന്പ്രമാണിത്തം കാണിക്കുകയാണ് PJ ജോസഫും കൂട്ടരും. ശക്തനായ എതിരാളി തൊടുപുഴയിൽ വന്നിട്ടും BJP ജോസഫിന്റെ മകനെന്ന നിലയിൽ അബുവിനെ ജയിപ്പിച്ചെടുത്ത കാര്യം അവർ ഇടയ്ക്കിടെ ജോസഫിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനിടയിലാണ് തോമസ് ഉണ്ണിയാടനെ മുന്നിൽ നിർത്തി ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നത്. ഉണ്ണിയാടൻ തനിച്ചാണെന്ന ജോസഫിന്റെ ചിന്തയ്ക്കും അപ്പുറമാണ് കോൺഗ്രസ് ഗ്രഹപാഠം ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം 3 MLA-മാർ ഉണ്ണിയാടനോട് ചേർന്ന് നിൽക്കുകയും ഒരു വിഷയമുണ്ടായാൽ കോൺഗ്രസിൽ ചേരാനുള്ള നീക്കം നടത്തുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ 5 വർഷത്തിനുള്ളിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ പേരെ അടർത്തിയെടുത്ത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിയാടൻ ഏതായാലും ഇനി കേരള കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ചലക്കുന്നിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. അന്നേ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് തന്റെ മണ്ഡലത്തിൽ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ബോധപൂർവം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരവസരമാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കുവാൻ കൂടെ നിന്ന കേരള കോൺഗ്രസിനെ പിളർത്തി പകുതി പേരെയെങ്കിലും കൂടെ നിർത്താനാണ് കോൺഗ്രസിലെ വിരുദ്ധ ഗ്രൂപ്പിന്റെ നീക്കം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന MLA ഓഫീസിന്റെ, അതായത് ഉണ്ണിയാടന്റെ MLA ഓഫീസിന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ മാസത്തിൽ തൃശ്ശൂരിൽ ഉണ്ണിയാടന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മഹാസമ്മേളനവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
മുനീറിനെ ഉയർത്തിക്കാണിച്ച് ഇനിയും വോട്ട് വാങ്ങാനുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലത്തിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നടത്തുവാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയാൽ കോൺഗ്രസിന് ആവശ്യമുള്ള ചേരുവ ലീഗ് തന്നെയാണ്. കേരള കോൺഗ്രസ് വെറും കടലാസ് പുലിയാണെന്നാണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടു മുതലേ ഉള്ളതാണ്. മാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യവും അവർ തുറന്നു പറയാൻ മടിക്കുന്നില്ല. എന്നാൽ ലീഗിൻ്റെ സഹായത്തോടെ മാത്രം ജയിച്ചിട്ടുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട്. അതാർക്കും മറച്ചുവെക്കാൻ സാധിക്കുകയുമില്ല. ഈ സാഹചര്യത്തിൽ ലീഗുമായി കൈകോർത്ത് മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ലീഗിനെ മാനം കെടുത്താതെ കൂടെ നിർത്തണമെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കെ മുനീറിന് നൽകി ആലങ്കാരികമായി വാഴിക്കണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നവുമാണ് ഈ സ്ഥാനം. ജോസഫ് ഗ്രൂപ്പിൽ ആർക്കും തന്നെ ജെ ജോസഫിനെ ഇനിയൊരു ക്യാബിനറ്റ് റാങ്കിൽ ഇരുത്തണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തിന് നറുക്കു വീഴുന്നത് കെ മുനീറിന് തന്നെയായിരിക്കും. അത് ലീഗിൻ്റെ വിജയവുമായിരിക്കും.